Peace be upon you. This podcast is from Ahia Collective. For more, please visit www.ahiacollective.com. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala alihi wa ashabihi ajma'in. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Yas'alunaka madha yunfiqun. Qul ma anfaqtum min khairin falil walidayni wal aqrabina wal yatama wal masakini wa binis sabil. وما تفعلوا من خير فإن الله به عليم. صدق الله العلي العظيم. ഖിബില മാറ്റത്തെ തുടർന്ന് ആദ്യം അല്ലാഹു അവൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനെക്കുറിച്ചും അതുപോലെ അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ചും തുടർന്ന് ഹജ്ജിനെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം നോമ്പ് ഉൾപ്പെടെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അതിലൊക്കെ യഹൂദർക്ക് നൽകപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവർ ചരിത്രപരമായിട്ടുണ്ടാക്കിയെടുത്ത കണിശമായ നിയമങ്ങളെ ലഘൂകരിച്ചു കൊണ്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും അല്ലാഹു നൽകി. അവസാനം ഹജ്ജിൻ്റെ മനാസിക്കുകളെക്കുറിച്ച് തന്നെ വിശദമായിട്ട് പറഞ്ഞു. അതോടൊപ്പം രണ്ട് തരത്തിലുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞു. പ്രവാചകൻ്റെ കൂടെ ദൃഢവിശ്വാസമില്ലാത്ത ആളുകളുണ്ട്, നല്ല വിശ്വാസികളായിട്ടുള്ള ആളുകളുമുണ്ട്. വിശ്വാസം ദൃഢമില്ലാത്ത ആളുകളോടായിരുന്നു അള്ളാഹുവിൻ്റെ സമർപ്പണത്തിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞത്. അവർ ആരുടെ സ്വാധീന വലയത്തിലാണോ, അവരെ വഴിതെറ്റിക്കുന്ന ആളുകൾ, കുഫർ ചെയ്യുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിലെ ജീവിതമാണ് സീനത്തായിട്ട് തോന്നിപ്പിക്കപ്പെടുന്നത്. വിശ്വാസികൾ അവർ പരിഹസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞു, മനുഷ്യരൊക്കെ ഒരൊറ്റ ഉമ്മത്താണ്. അങ്ങനെയാണ് അള്ളാഹു നബിമാരെ അയക്കുന്നത്. മനുഷ്യർ ഭിന്നിച്ചിരിക്കുന്ന വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന ന്യായപ്രമാണവുമായിട്ടാണ് പ്രവാചകന്മാർ വന്നിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം. അവൻ ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് അവൻ നയിക്കും. തുടർന്ന് അള്ളാഹു ചോദിച്ചതാണ്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണോ? വലമ്മാ യഅ്തിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വന്നെത്തിയതൊന്നും നിങ്ങൾക്ക് വന്നെത്താതെ, അവർ അനുഭവിച്ച സംഗതികളൊന്നും നിങ്ങൾ അനുഭവിക്കാതെ, മസത്തുഹുമുൽ ബഅ്സാഉ വല്ലറാഉ, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരെ ബാധിച്ചു. എത്രത്തോളം പ്രവാചകനും പ്രവാചകൻ്റെ അനുയായികളും ചോദിക്കുന്ന ഒരു അവസ്ഥയെത്തി, മത്താ നസ്റുല്ലാഹ്, അള്ളാഹിൻ്റെ സഹായം എപ്പോഴാണ്? എന്നിട്ട് അല്ലാഹു പറയുന്നു, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായമാണല്ലോ ഏറ്റവും അടുത്തുള്ളത്. അതിനുശേഷമാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്ത്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ. അവർ ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ, എന്താണ് അവർ ചെലവഴിക്കേണ്ടത്? അതല്ലെങ്കിൽ എത്രയാണ് അവർ ചെലവഴിക്കേണ്ടത്? അതുമല്ലെങ്കിൽ ആർക്കാണ് അവർ ചെലവഴിക്കേണ്ടത്? ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥം പറയുന്നത് മാദാ എന്നതിലെ മാ എന്താണെന്നും ദാ എന്താണെന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതിന് മറുപടി പറയുന്നത്, ഖുൽ, പറയുക, മാ അൻഫഖ്തും മിൻ ഖൈരിൻ, എന്ത് ധനം ചെലവഴിക്കുകയാണെങ്കിലും, ഫലിൽ വാലിദൈനി, അത് മാതാപിതാക്കൾക്കാണ്, വൽ അഖ്റബീന, ഉറ്റ ബന്ധുക്കൾക്കാണ്, വൽ യത്താമ, യത്തീമുകൾക്കാണ്, വൽ മസാക്കീൻ, മിസ്കീനുകൾക്കാണ്, വബിനിസബീൽ, വഴിയാത്രക്കാർക്കാണ് അല്ലെങ്കിൽ പരദേശികളായിട്ടുള്ള ആളുകൾക്കാണ്. വമാ തഫ്അലൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്ത് ഖൈർ ചെയ്താലും തീർച്ചയായിട്ടും അല്ലാഹു എല്ലാം എപ്പോഴും അറിയുന്നവനാണ്. അപ്പോൾ അവരെത്രയാണ് ചെലവഴിക്കേണ്ടത്, ആർക്കാണ് ചെലവഴിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി, നിങ്ങൾ എത്ര ഹൈറെന്നുദ്ദേശിച്ചത് ധനമാണ്. എത്ര ധനം ചെലവഴിച്ചാലും, എന്ത് ചെലവഴിച്ചാലും അത് മാതാപിതാക്കൾക്കാണ്, ഉറ്റ ബന്ധുക്കൾക്കാണ്, യത്തീമുകൾക്കും മിസ്കീനുകൾക്കും ഇബ്നു സബീലിനുമാണ്, വഴിയാത്രക്കാർക്കുമാണ്. നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അള്ളാഹു അത് അറിയുന്നവനാണ്. അപ്പോൾ അള്ളാഹു ആദ്യം ചെലവഴിക്കേണ്ട പ്രയോറിറ്റി പറഞ്ഞതാണ്. മാതാപിതാക്കൾക്കും ഉറ്റബന്ധുക്കൾക്കും
അതുപോലെ യത്തീമുകൾക്കും. മാതാപിതാക്കൾക്കും ഉറ്റ ബന്ധുക്കൾക്കും ചെലവ് കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ്. മാതാപിതാക്കൾ കഴിച്ചാൽ വരുന്ന ആളുകളാണ് ഉറ്റ ബന്ധുക്കളിൽ പെടുന്ന ആളുകൾ. അവർക്കാണ് അനന്തരാവകാശമൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഉറ്റ ബന്ധുക്കളെന്ന് പറയുന്നത്. സഹോദരങ്ങളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, അവരൊക്കെ അതിൽപ്പെടും. യത്തീമുകളെന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഉപ്പയില്ലാത്ത ആളുകളാണ്, മൈനറായിട്ടുള്ള ആളുകളാണ്. ഇസ്ലാം ഒരുപാട് പ്രാധാന്യം നൽകിയ ഒരു കാറ്റഗറിയാണത്, ഓർഫൻസ് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനാ വ കാഫിലുൽ യത്തീമി ഫിൽ ജന്നത്തി ഹാക്കദ, ഞാനും യത്തീമുകളെ സംരക്ഷിക്കുന്ന ആളും ഇപ്രകാരമായിരിക്കും സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ട് വ അഷാറ ബി സബാബത്തി വൽ ഉസ്ത, നടുവിരലും ചൂണ്ടുവിരലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. വ ഫറജ ബൈനഹുമാ ഷൈഅ, അതിൻ്റെ ഇടയിൽ യാതൊരു വിടവും ഉണ്ടായിരുന്നില്ല. അത്രക്കടുത്തിട്ടായിരിക്കും ഞങ്ങൾ സ്വർഗത്തിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അപ്പോൾ യത്തീമുകൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കണം, യത്തീമുകളെ പരിഗണിക്കണം, അതുപോലെ മിസ്കീനുകളെ പരിഗണിക്കണം. പിന്നെ ഇബ്നു സബീൽ, ദൂരദേശങ്ങളിൽ നിന്ന് വന്ന് ജോലിക്കും മറ്റുമൊക്കെ വരുന്നവരോ അല്ലെങ്കിൽ വഴി യാത്ര വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ ടെമ്പററിലി സെറ്റിൽ ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വഴിയാത്രക്കാരും, അവർക്കൊക്കെ ചെലവഴിക്കണം. ഇനി നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഈ ചെലവഴിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു നേരത്തെ പറയുന്നുണ്ട്. സൂറ അൽ ബഖറ 195 വൻഫിഖു ഫി സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കൂ. വലാ തുൽഖു ബി ഐദീക്കും ഇല തഹ്ലുക എന്ന ആയത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. നിങ്ങളുടെ കരങ്ങളെ ഹലാക്കിലേക്ക്, നാശത്തിലേക്ക് നിങ്ങൾ എറിയരുത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം, അവൻ്റെ മാർഗത്തിലുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ധനം ചെലവഴിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിരുന്നു. അങ്ങനെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിച്ചതാണ്. അവർ ചോദിക്കുന്നു എന്താണ് ചെലവഴിക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ചെലവഴിക്കേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ചെലവഴിക്കേണ്ടത്. അപ്പോൾ പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ഇവർക്ക് ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇനി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണെങ്കിൽ ചെലവഴിക്കുക മാത്രമല്ല, അവരതിൽ പങ്കെടുക്കേണ്ട ആളുകൾ പങ്കെടുക്കുകയും വേണം. അതുകൊണ്ട് ധനം ചെലവഴിക്കാനില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തിൽ, പോരാട്ടത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ പറയുമ്പോൾ മുനാഫിക്കുകളായ ആളുകൾ വളരെ വെറുപ്പോടുകൂടെ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ഇൻഫാഖിനെക്കുറിച്ച് പറയുമ്പോൾ വലാ യുംഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ എന്ന് അള്ളാഹു സൂറ തൗബയിൽ പറയുന്നുണ്ട്. മുനാഫിക്കുകളുടെ 2 ലക്ഷണം അവിടെ പറയുന്നുണ്ട്. ഒന്ന്, വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല, നിസ്കാരത്തെ അവർ സമീപിക്കുന്നത് വളരെ മടിയായിക്കൊണ്ടാണ്. നിസ്കാരം അവർക്ക് വളരെ മടിയുള്ള ഒരു സംഗതിയാണ്. അതുപോലെ വലാ യുംഫിഖൂൻ, അവർ ചെലവഴിക്കുന്നില്ല ഇല്ലാ വഹും കാരിഹുൻ, വെറുപ്പോടുകൂടെ അല്ലാതെ. ചെലവഴിക്കാൻ വില്ലിങ് അല്ല, അൺവില്ലിങ്ലി മാത്രമേ അവർ ചെലവഴിക്കുന്നുള്ളൂ. അതുപോലെ അൺവില്ലിങ്ലി മാത്രമാണ് അവർ നിസ്കരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം മുനാഫിക്കുകളെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പറയുമ്പം കുറേ ചോദ്യങ്ങൾ, പ്ലെയിനായിട്ടുള്ള മുനാഫിക്കുകൾ അല്ലെങ്കിലും അവരുടെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ദുർബലരായ വിശ്വാസികളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചതാണ്. അതുകൊണ്ട് അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നു, കുത്തിബ അലൈക്കുമുൽ ഖിത്താലു വഹുവ കുർഹുൻ ലക്കും, നിങ്ങൾക്ക് ഖിത്താൽ, യുദ്ധം നിയമമാക്കിയിരിക്കുന്നു. വഹുവ കുർഹുൻ ലക്കും, അത് നിങ്ങൾക്ക് ഇഷ്ടകരമല്ല, അനിഷ്ടകരമാണ്. സൂറത്ത് തൗബയിൽ ഇൻഫാഖിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവർ ചെലവഴിക്കുന്നില്ല വഹും കാരിഹുൻ, അനിഷ്ടകരമായിട്ടല്ലാതെ. ഇവിടെ അള്ളാഹു പറയുന്നു ഖിത്താൽ നിങ്ങൾക്ക് നിയമമാക്കി, യുദ്ധത്തെ നിയമമാക്കിയിരിക്കുന്നു. വഹുവ കുർഹുൻ ലക്കും, അത് നിങ്ങൾക്ക് അനിഷ്ടകരമാണ്. എന്നാൽ അള്ളാഹു പറയുന്നു വഅസ അൻ തക്റഹു ഷൈഅൻ, ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാകുകയും ചെയ്തേക്കാം. നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം ആക്ച്വലി നിങ്ങൾക്ക് ഖൈറായിരിക്കാം. വഅസ അൻ തുഹിബ്ബു ഷൈഅൻ, നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുന്നവരായേക്കാം. വഹുവ ഷർറുൽ ലക്കും, ആക്ച്വലി അത് നിങ്ങൾക്ക് ഷെറായിരിക്കാം, നാശമായേക്കാം.
ഗുണകരമല്ലാത്തതാകാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണകരമല്ലാതിരിക്കാം. നിങ്ങൾ വെറുക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായ കാര്യവുമായേക്കാം. വല്ലാഹു യഅലമു, അള്ളാഹു അറിയുന്നു, വഅന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരല്ല. ഇപ്പോൾ യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പാണെന്ന് അള്ളാഹു പറഞ്ഞു. ദുർബല വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യുദ്ധമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് വെറുപ്പുണ്ട്. പക്ഷെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ വെറുത്തുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുകയും അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ ഇതിലേക്ക് മുന്നേറാതിരിക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളോട് ഇങ്ങോട്ട് അതിക്രമം ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് ഇപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് നാശമായിരിക്കും. നിങ്ങളിപ്പോൾ വെറുക്കുന്ന സംഗതി നിങ്ങൾക്ക് ഹൈറായിരിക്കും. പക്ഷേ നിങ്ങൾ ഹൈറാണ് എന്ന് കരുതുന്ന കാര്യമൊന്നും നിങ്ങൾക്ക് ഹൈറാകണമെന്നില്ല, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. കാര്യം അള്ളാഹു അറിയുന്നവനാണ്, നിങ്ങൾ അറിയാത്തവരാണ്. തുടർന്ന് പറയുന്നു, യസ്അലൂനക, അവർ ചോദിക്കുന്നു, അനിഷ്-ഷഹ്രിൽ ഹറാമി ഖിത്താലിൻ ഫീ, പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ സംഭവം വന്നു, യുദ്ധം നിയമമാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അവർക്ക് യുദ്ധം വെറുപ്പാണ്. അവസാനം പരിശുദ്ധ മാസത്തിലാണ് യുദ്ധമെങ്കിൽ ആ വിഷയം അവരുന്നയിച്ചു. അള്ളാഹു അതിന് മറുപടി പറയുകയാണ്, ഖുൽ, പറയുക, ഖിത്താലും ഫീഹി കബീർ, പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഗൗരവപ്പെട്ട കാര്യമാണ്. എന്നാൽ വസദ്ദും മൻ സബീലില്ലാഹി, അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് തടയൽ, വ കുഫ്റും ബിഹി, അവനെ നിഷേധിക്കൽ, അള്ളാഹുവിനെ തള്ളൽ, വൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയൽ, വ ഇഖ്റാജു അഹ്ലിഹി, ആ നാട്ടുകാരെ പുറത്താക്കൽ, മിൻഹു, അവിടുന്ന് അതിൻ്റെ ആളുകളെ, നാട്ടുകാരെ പുറത്താക്കൽ, അക്ബറു ഇൻദല്ലാ, അള്ളാഹുവിങ്കൽ കൂടുതൽ ഗൗരവകരമാണ്. അതാണ് കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സീരിയസ് ആയിട്ടുള്ള വിഷയം, അക്ബറായിട്ടുള്ള വിഷയം അതാണ്. യുദ്ധം തീർച്ചയായിട്ടും ഗൗരവം തന്നെയാണ്. ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഗൗരവപ്പെട്ട വിഷയമാണ്. എന്നാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്നതും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതന്ത്രമായിട്ട് ദീൻ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് ജനങ്ങളെ വിലക്കുന്നത്, അതുപോലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയുന്നത്, അവിടുന്ന് പുറത്താക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ, അതുപോലെ കുഫർ, ഇതൊക്കെ ഗൗരവപ്പെട്ട വിഷയമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ, ഫിത്ന എന്നത് കൊലയേക്കാൾ ഗൗരവകരമാണ്, കൊലയേക്കാൾ സീരിയസ് ആണ് ഫിത്ന. അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തടയൽ, ഈ കോണ്ടെക്സ്റ്റിൽ വിശിഷ്യ ഹജ്ജിനൊക്കെ പോകുമ്പോൾ സമ്മതിക്കാതിരിക്കൽ, അതുപോലെ കുഫർ, ഈ ഒരു കോണ്ടെക്സ്റ്റിലെ കുഫറിനെക്കുറിച്ച് ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, അത് പ്രതിമകളെ ഉണ്ടാക്കി മസ്ജിദുൽ ഹറാമിലൊക്കെ പ്രതിമകളെ പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കുഫർ, അതുപോലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടയൽ, അവിടുന്ന് ആളുകളെ പുറത്താക്കൽ, ഇതൊക്കെ വ ഇഖ്റാജു അഹ്ലിഹി മിൻഹു അക്ബറു ഇൻദല്ലാ, അള്ളാഹുവിങ്കൽ കൂടുതൽ ഗൗരവപ്പെട്ട കാര്യമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ൽ, ഫിത്നയാണ് ഏറ്റവും അള്ളാഹുവിങ്കൽ സിവിയറായിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള സംഗതി, കൊലയേക്കാൾ സീരിയസ് ആയിട്ടുള്ളത്. വലാ യസാലൂന യുഖാത്തിലൂനക്കും ഹത്താ യറുദ്ദൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ മടങ്ങുന്നത് വരെ, അൻ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾ മടങ്ങുന്നത് വരെ, ഇനിസ്തത്താവു, അവർക്ക് കഴിയുമെങ്കിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, അവർ നിങ്ങളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വമൻ യർത്തദിദ് മിങ്കും അൻ ദീനിഹി, ആരെങ്കിലും അവൻ്റെ ദീനിൽ നിന്ന് പിറകോട്ട് പോയി യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണ്, യുദ്ധത്തിൽ അവർ നിങ്ങളോട് ഫൈറ്റ് ചെയ്ത് നിങ്ങളെ തിരിച്ച് അവരുടെ ദീനിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ദീനിൽ നിന്ന് കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും അവരുടെ കൂടെ ചേർന്ന് ഫയമുത്ത്, എന്നിട്ട് മരണപ്പെടുകയാണെങ്കിൽ, വഹുവ കാഫിറുൻ, കാഫിറായിക്കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ, ഫ ഉലായിക ഹബിത്തത്ത് അഅ്മാലുഹും ഫിദ്ദുന്യ വൽ ആഖിറ, അവരുടെ കർമ്മങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും പാഴാക്കിയവർ. വ ഉലായിക അസ്ഹാബുന്നാർ, അവർ തീയുടെ ആളുകളാണ്. ഹും ഫിയ ഖാലിദൂൻ, അതിലവർ ദീർഘവാസികളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു യുദ്ധം അനിവാര്യമായി വരികയാണെങ്കിൽ അവരോട് പടവെട്ടി ഷഹീദാകുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ഉചിതമായിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ട് കീഴടങ്ങിക്കൊണ്ട് അവരുടെ പക്ഷം ചേർന്നുകൊണ്ട് ദീനിൽ നിന്ന് നിങ്ങൾ പോകുന്ന പക്ഷം,
അങ്ങനെ നിങ്ങൾ കാഫിറായിക്കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു, അവർ നരകാവകാശികളായിരിക്കും. അതിന് നേരെ വിപരീതമായ ഒന്നാണ്, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫൈറ്റ് ചെയ്യുക, അവൻ്റെ മാർഗത്തിൽ ത്യാഗമനുഷ്ഠിക്കുക, അവൻ്റെ മാർഗത്തിൽ ഹിജ്റ പോവുക. ഇതൊക്കെയാണ് ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ആമനു, വിശ്വാസമുള്ള ആളുകൾ, വല്ലദീന ഹാജറു, ഹിജ്റ ചെയ്തവർ, വജാഹദു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ, ഉലായിക്ക, അവരാണ് യർജൂന റഹ്മത്തല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അവരാണ്. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പുറത്തു കൊടുക്കുന്ന കാരുണ്യവാനാണ്. ഒഴിവുകഴിവുകൾ ചോദിച്ചുകൊണ്ട് ചില വിശ്വാസികളുടെ ചോദ്യങ്ങൾ വീണ്ടും തുടരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.